പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധകാലത്തിൻ്റെ ട്രെൻഡാണ്. സകല രാജ്യങ്ങളും അവരവരുടെ കയ്യിലുള്ളതായ യുദ്ധ സാമഗ്രികൾ എങ്ങനെ കാര്യങ്ങളെ പ്രതിരോധിക്കാം, ഒരു ലോകയുദ്ധം ഉണ്ടായാൽ, ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് ലോകം കടന്നു പോകാനിരിക്കുന്നതെന്ന് എല്ലാ രാജ്യക്കാർക്കും അറിയാം. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ശത്രുക്കളുടെ ഇടപെടലുകളെ എങ്ങനെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് എല്ലാ രാജ്യങ്ങളും അവരവരുടെ കഴിവനുസരിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അവരതിനുവേണ്ടിയുള്ള ട്രെയിനിങ് നടത്തുന്നു, ഒരുങ്ങുന്നു. വളരെ രഹസ്യമായിട്ടുള്ള ചർച്ചകൾ എല്ലാ രാജ്യങ്ങളും ഒരുത്തരും കക്ഷി ചേർന്നും കക്ഷി ചേരാതെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, മനുഷ്യൻ്റെ സൂക്ഷിപ്പും ദൈവത്തിൻ്റെ സൂക്ഷിപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നോക്കൂ, ഈ സമയത്ത് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് സ്വർഗത്തിൽ കണ്ടതായ വലിയൊരു അടയാളത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. പല തർജ്ജമകളും പല അഭിപ്രായങ്ങളും പ്രസ്തുത വിഷയത്തെക്കുറിച്ചൊക്കെ ഉണ്ട്. എങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അതേ അധ്യായത്തിലെ ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മോട് ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് എത്ര ഉന്നതമെന്ന് നമ്മെ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. അതിനുശേഷം 4-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ വായിക്കുന്നു, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. 5-ാം വാക്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് അവിടെ പറയുന്നത് അറിയാമോ? അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. നോക്കൂ, മഹാസർപ്പം കുട്ടിയെ വിഴുങ്ങുന്നതിന് വേണ്ടി ഈ സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ഉടനെ അതിനെ വിഴുങ്ങിക്കളയുവാൻ വേണ്ടി ഒരു മഹാസർപ്പം അവിടെ വളരെ ജാഗരൂകരായിട്ട് നിൽക്കുന്നു. ആ മഹാസർപ്പത്തെക്കുറിച്ചുള്ളതായ പാഠ്യം നമ്മെ അതിശയിപ്പിക്കും. ഇത്രമാത്രം കഴിവുള്ളതായ ഒരു മഹാസർപ്പം എന്നൊരു പേരിൽ മാത്രം അപ്പോസ്തലനായ യോഹന്നാൻ ആ പൈശാചിക രൂപത്തെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ അതിശയകരമായ ശക്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയുമായി കൂട്ടിത്തട്ടിച്ച് നോക്കുമ്പോൾ ഈ പൈശാചിക ശക്തി അവിടെ തോറ്റുപോകുന്നതായ ഒരു രംഗത്തെക്കുറിച്ചാണ് നമുക്ക് വരച്ച് കാണിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാന് ദൈവത്തിൻ്റെ ആത്മാവിനും കാണിക്കുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം അതേ അധ്യായത്തിൽ അതാണ്. ശത്രുവിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ മുമ്പിൽ തോറ്റുപോകുന്നു. ഒരു സ്ത്രീ 2-ാം വാക്യത്തിൽ വായിച്ചതുപോലെ അവൾ ഗർഭിണിയായി, അവൾക്ക് നോവ് കിട്ടി, അവൾക്ക് വേദനപ്പെട്ടു, അവൾ നിലവിളിച്ചു. ഈ നിലവിളി കേട്ടപ്പോൾ ആദ്യമായി അവളുടെ ചുറ്റും വന്നും കൂടിയത് ഈ മഹാസർപ്പമാണ്. അവൻ്റെ ഏക ഉദ്ദേശം, ഇവൾ ഏത് സമയത്തും അവൾ പ്രസവിക്കും. അവളുടെ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിയെ വിഴുങ്ങണം. അതിൻ്റെ സകല സജ്ജീകരണങ്ങളും അവരൊരുക്കി. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധ ക്രമീകരണങ്ങൾ പോലെ. എപ്പോൾ ഒരു മിസൈൽ ഉയരുന്നോ അന്നേരം അതിനെ പ്രതിരോധിച്ച് താഴെയിടണം എന്ന് പറഞ്ഞതുപോലെ. പക്ഷെങ്കിൽ അവൾ പ്രസവിച്ചതും കുട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടതും ഒക്കെ ശത്രുവിനെ കാണുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ഉള്ളതെന്നുള്ളതായ ഒരു വാക്കിൻ്റെ ദൈർഘ്യം, ഒരു കണ്ണിമയ്ക്കുന്നതിനിടയിലുള്ളതായ ആ സമയത്തെ 10,000 കൊണ്ട് വിഭാഗിച്ചാലും നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ഉച്ചരിക്കുവാൻ കഴിയാത്തതായ ഒരു സ്പോട്ട് ടൈമിങ്. ആ സമയം മതി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ശത്രുവിനെ തോൽപ്പിക്കുവാൻ. അത്രയും മതി ദൈവത്തിന്. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുൻപിൽ ഒരു ശത്രുവും ജയിക്കുകയില്ല എന്ന് അവിടെ വ്യക്തമാക്കുകയാണ് അതേ വചനം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ,
ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് അപ്രകാരമാണ്. നോക്കൂ, ലോകത്തിലെ എത്രയോ ഭരണാധിപന്മാരെ നമുക്കറിയാം. അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ എത്രയെത്ര മഹാന്മാരാണ് വെടിയുണ്ടകൾക്ക് മുൻപിൽ അവരുടെ ജീവൻ പൊലിഞ്ഞു വീണത്. നമ്മുടെ രാജ്യത്ത് തന്നെ അയൽ രാജ്യങ്ങളിലൊക്കെ ഏതെല്ലാം രീതിയിൽ അവർക്ക് അംഗരക്ഷകരില്ലാത്തത് കൊണ്ടാണോ, അവരെ സൂക്ഷിക്കുവാൻ ഒരു പടക്കൂട്ടം അവരുടെ പിന്നിൽ അവരുടെ സഹായത്തിന് വേണ്ടി ഇല്ലാത്തത് കൊണ്ടാണോ? ഇല്ല, നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവർക്കെല്ലാം വളരെയധികം പ്രൊട്ടക്ഷൻസ് ഉണ്ട്. എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായ ഒരു ശത്രുവിന് അവന് ഉന്നം പിഴയ്ക്കാതെ അതിൻ്റെ വേഗതയെക്കുറിച്ചുള്ളതായ ഒരു സൂക്ഷിപ്പിൻ്റെ വേഗതയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു കക്ഷികളും തമ്മിൽ ഒരു കാൽക്കുലേഷനുണ്ട്. ഒരുവൻ വെടിവെക്കുവാൻ തുടങ്ങിയാൽ എത്ര സമയമെടുക്കും ആ വെടി ഉതിർക്കുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ എത്ര സമയമെടുക്കും, അവർ തമ്മിലുള്ള സമയത്തിൻ്റെ കാൽക്കുലേഷനാണ്. ഇവിടെയും അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എടുത്തു കാണിക്കുവാൻ ഉപയോഗിക്കുന്നത്. ഒരു മഹാസർപ്പം കുട്ടിയെ വിഴുങ്ങുവാൻ അവിടെ നിൽക്കുന്നു. ഏത് സമയത്ത് കുട്ടി ജന്മം കൊണ്ടിരുന്നാലും ശരി, അവനെ വിഴുങ്ങണം, അവനെ ജീവനോടെ വെച്ചേക്കരുത്. പക്ഷെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അതൊരിക്കലും അത് ശത്രുവിൻ്റെ കയ്യിൽ പെടുകയില്ല. അത് സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ മൊർദെഖായി എന്ന് പറയുന്നതായ ഒരു ദൈവദാസനോട് തോറ്റുപോകുന്നതായ ഹാമാൻ മന്ത്രി തൻ്റെ ഭവനത്തിൽ വന്ന് ദുഃഖിതനായി തൻ്റെ ഭാര്യയോട് ചില കാര്യങ്ങൾ, സങ്കടകരമായ ചില കാര്യങ്ങൾ ഭാര്യയോട് വിവർത്തിക്കുന്നുണ്ട്. അവൾ ഒരു മഹാരഹസ്യം ഹാമാൻ മന്ത്രിയോട് പറയുകയാണ്. അല്ലയോ ബഹുമാനപ്പെട്ട മന്ത്രിയെ, നിന്റെ ശത്രു ഒരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. കാരണം നിന്റെ വേഗതയും ഒരു യഹൂദൻ്റെ വേഗതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ദൈവജനത്തിൻ്റെ വേഗതയും ഒരു ശത്രുജനത്തിൻ്റെ വേഗതയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് തരുന്നതായ കാവൽ വേഗതയേറിയ കാവലാണ്. ശത്രുവിൻ്റെ വേഗതയെ വെല്ലുന്നതായ വേഗം നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനുണ്ട്. സമയങ്ങളെയും കാലങ്ങളെയും നിമിഷങ്ങളെയും വേർതിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുന്നത് പോലെ ശത്രുവിന് കഴിയുകയില്ല. കാരണം സമയങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്, കൽപ്പിച്ചാക്കിയത് ദൈവമാണ്. ഇന്ന സെക്കൻഡിനകം, ഇത്ര കണ്ണിമയ്ക്കുന്നതിനിടെ, ഇത്ര മാത്രയ്ക്കുള്ളിൽ ഇന്ന സംഭവങ്ങൾ നടക്കണം എന്നുള്ളതായ കണക്കൂട്ടലുകൾ അത്യുന്നതനായി ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമേ അതിൻ്റെ താക്കോലുള്ളൂ, അതിൻ്റെ അധികാരമുള്ളൂ. ആ ദൈവമാണ് നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നെ സൂക്ഷിക്കും, ഞാൻ നിന്നെ പരിപാലിക്കും, നീ നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വാഗ്ദാനം. ഇത് സാധാരണ വാഗ്ദാനമല്ല, ഒരു മനുഷ്യൻ തരുന്ന വാഗ്ദാനമല്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ സുരക്ഷയെക്കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ പരിതപിക്കുന്നവനാണോ, ഭയപ്പെടുന്നവനാണോ, ശത്രുവിൻ്റെ മുൻപിൽ നീ തോറ്റുപോകുമെന്ന് നീ ആവലാതിപ്പെടുന്നവനാണോ എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ പരിപാലിക്കുമ്പോൾ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ നമ്മുടെ സൂക്ഷിപ്പിൻ്റെ മുഴുഭാരവും ദൈവം ഏറ്റെടുത്തതിന് ശേഷമാണ് പറയുന്നത്. പെട്ടെന്ന് ആൺകുട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടതിനെ പ്രതിരോധിക്കുവാൻ ശത്രുവിന് സാധിക്കാഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ അർപ്പിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിന് ആ ജീവിതത്തിന് മുൻപിൽ ശത്രുവിന് ഒരു നെല്ലിട പോലും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ശത്രു നിന്റെ മുൻപിൽ തോറ്റുപോകുന്നതായ കാഴ്ച നിനക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ശക്തി നിന്നെ വലയം ചെയ്തു വയ്ക്കുമ്പോൾ ഒരു പരുന്ത് ചുറ്റി പറന്ന് തൻ്റെ ജനത്തെ, തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെ പരിപാലിക്കുന്ന വാഗ്ദാനം ഈ പ്രഭാതത്തിൽ ആ വാഗ്ദത്തത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി അതിനെ അവകാശമാക്കുവാൻ ഭാഗ്യമേറിയ ഒരു ജീവിതം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നൽകുമാറാകട്ടെ, നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.